കെമിക്കൽ ബോണ്ടിങ് അപ്പർ ഹാൻഡ് കിട്ടിയേ മതിയാവൂ. കാരണം അതെല്ലാ ചാപ്റ്ററിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അധ്യാപകരും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 5 എഞ്ചിനീയറിംഗ് പേപ്പേഴ്സും ഒരു ഫാർമസി പേപ്പറും കൂടെ ഉൾപ്പെടുത്തിയുള്ള 6 പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതിൻ്റെ ഒരു ടോട്ടൽ അനാലിസിസ് ആണ് നമ്മളിവിടെ കാണുന്നത്. കെമിസ്ട്രി പാർട്ട് അനാലിസിസ്. ഏത് ഭാഗത്തിന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് മനസ്സിലാക്കിയാലേ അറിഞ്ഞ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകണം, ഏത് ചാപ്റ്റേഴ്സിന് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം. ഹായ് മക്കളെ, കീം 2025 തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും അതിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഈവൻ അതിന് കുട്ടികളെ ഒരുക്കുന്ന അധ്യാപകരും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കീം 2025 പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് എങ്ങനെ തയ്യാറെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കീം 2024 CBT എക്സാം വരുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. റൈറ്റ്, ഇറ്റ് ഈസ് ദ കെമിസ്ട്രി പാർട്ട് അനാലിസിസ്. കീം കെമിസ്ട്രി പാർട്ട് അനാലിസിസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പോർഷൻസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക. ക്ലാസ് 11th പോർഷനിൽ നിന്ന് ഏകദേശം 44% ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ക്ലാസ് 12 ഒരു അപ്പർ ഹാൻഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 56% ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് 12th പോർഷൻ്റെ അവിടെ നിന്ന് വന്നിട്ടുള്ളതായിട്ട് കാണാം. അത് അതേപോലെ വന്നോളും എന്നുള്ളതല്ല, ഇത് നമ്മളൊരു അനാലിസിസ് ആണ്. പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഒരു സ്കീമിൽ വന്നിട്ടുള്ള ഒരു ടോട്ടൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ 5 എഞ്ചിനീയറിംഗ് പേപ്പേഴ്സും ഒരു ഫാർമസി പേപ്പറും കൂടെ ഉൾപ്പെടുത്തിയുള്ള 6 പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതിൻ്റെ ഒരു ടോട്ടൽ അനാലിസിസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഒരു അപ്പർ ഹാൻഡ്, സ്ലൈറ്റ് ആയിട്ടുള്ള അപ്പർ ഹാൻഡ് 12th പോർഷൻസിന് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. എങ്കിലും 11th പോർഷൻ ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ആൻഡ് ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു ഓൾമോസ്റ്റ് 50%, 40-45% അടുത്തേക്ക് വന്നിട്ടുണ്ട്. ക്ലാസ് 11ൽ നിന്ന് 65 ചോദ്യങ്ങളുടെ ഒരു കവറേജ് ലഭിച്ച സമയത്ത് ക്ലാസ് 12ൽ നമുക്ക് 84 ചോദ്യങ്ങളുടെ കവറേജ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടോപ്പ് 10 ചാപ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു കൗണ്ട് വെച്ച് ടോപ്പ് 10 ചാപ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആണെന്ന് കാണാൻ സാധിക്കും. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 14 ചോദ്യങ്ങളോളം വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഒരു ടോപ്പ് 10 ലിസ്റ്റിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, DNF ബ്ലോക്ക് എലമെന്റ്സ്, ഇലക്ട്രോ കെമിസ്ട്രി ഫോളോഡ് ബൈ DNF ബ്ലോക്ക് എലമെന്റ്സ്, കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് 12 വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സൊല്യൂഷൻസ് 10 ചോദ്യം, സ്ട്രക്ചർ ഓഫ് ആറ്റം ഒരു 9 ചോദ്യം, തെർമോഡൈനമിക്സിൽ നിന്ന് ഒരു 9 ചോദ്യം, ഇക്വിലിബ്രിയത്തിൽ നിന്ന് 8 ചോദ്യം, ആൽക്കഹോൾ ഫിനോൾ ഈതേഴ്സ് 8 ചോദ്യം, ബയോമോളിക്യൂൾസിൽ നിന്ന് 8 ചോദ്യം, കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് 7 ചോദ്യം. എനിവേ ഓവറോൾ നോക്കുന്ന സമയത്ത് ഇലക്ട്രോ കെമിസ്ട്രിക്കാണ് അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ എപ്പോഴും പറയാനുള്ളത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്, ഏറ്റവും ശ്രദ്ധിച്ച് നോക്കേണ്ടുന്ന ചാപ്റ്റർ തന്നെയാണ് അല്ലേ. ഇലക്ട്രോ കെമിസ്ട്രി ഫോളോഡ് ബൈ DNF നിന്നൊക്കെ ഇനോർഗാനിക്കിൻ്റെ പോർഷൻസ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ അതിൽ DNFന് കിട്ടിയ ഒരു അപ്പർ ഹാൻഡ് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഒരു ടോപ്പ് 10 ചാപ്റ്റേഴ്സ് പറയുമ്പോൾ നമുക്ക് പറയേണ്ടുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇലക്ട്രോ കെമിസ്ട്രി, DNF ബ്ലോക്ക് ഇൻ ദി ഓർഡർ കേട്ടോ, ഇൻ ദി ഓർഡർ ആണ് പറയുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി, DNF ബ്ലോക്ക്, കെമിക്കൽ ബോണ്ടിങ്, സൊല്യൂഷൻസ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനമിക്സ്, ഇക്വിലിബ്രിയം, ആൽക്കഹോൾ ഫിനോൾ ഈതേഴ്സ്, ബയോമോളിക്യൂൾസ്, കെമിക്കൽ കൈനറ്റിക്സ്. ഇത് നമുക്കൊരു ടോപ്പ് 10 ലിസ്റ്റിൽ നിർത്താവുന്ന കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് ആണ്. റൈറ്റ്, നൗ അടുത്തൊരു അനാലിസിസ് നമ്മൾ നോക്കാൻ പോകുന്നത് 11th സ്റ്റാൻഡേർഡ് ചാപ്റ്ററിൽ നമുക്ക് എങ്ങനെ ഒരു വെയിറ്റേജ് നോക്കേണ്ടി വരും. 11th സ്റ്റാൻഡേർഡ് പോർഷനിലെ ചാപ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്നു, കെമിക്കൽ ബോണ്ടിങ് ആണ് അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുള്ളത്. കെമിക്കൽ ബോണ്ടിങ് ഒരുപക്ഷെ ഏതൊരു മത്സര പരീക്ഷ എടുത്താലും ഏത് പരീക്ഷ എടുത്താലും തന്നെ കെമിക്കൽ ബോണ്ടിങ് അപ്പർ ഹാൻഡ് കിട്ടിയേ മതിയാവൂ. കാരണം അതെല്ലാ ചാപ്റ്ററിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, എത്ര 12 ചോദ്യങ്ങളാണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് വന്നിട്ടുള്ളത്. ഫോളോഡ് ബൈ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് രണ്ടാമത്തേത്. ഇവിടെ കാണുന്നില്ല സ്ട്രക്ചർ ഓഫ് ആറ്റം. 9 ചോദ്യങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് വന്നിട്ടുണ്ട്.
തുടർന്ന് തെർമോഡൈനമിക്സിൽ നിന്ന് 9 ചോദ്യം, അത് രണ്ടും ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ്. ദെൻ ഇക്വിലിബ്രിയം 8 ചോദ്യം. ഇക്വിലിബ്രിയം വലിയൊരു ചാപ്റ്റർ ആണല്ലോ അല്ലേ. കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, അയോണിക് ഇക്വിലിബ്രിയം ഉണ്ട്, സ്വാഭാവികമായിട്ടും വരണമല്ലോ അത്രയും. ദെൻ ഓർഗാനിക് കെമിസ്ട്രി GOCയിൽ നിന്ന് 6 ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. ആൻഡ് ദെൻ ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ, പീരിയോഡിസിറ്റി അതായത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ, പിന്നെ ഹൈഡ്രോ കാർബൺസിൽ നിന്ന് 5 ചോദ്യങ്ങൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്ന് 3 ചോദ്യങ്ങൾ. അത് വീണ്ടും കുറയാൻ തന്നെയാണ് സാധ്യത, കാരണം ആ പോർഷൻ നമ്മൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. എന്തായാലും റിലേറ്റഡ് ആയിട്ട് ഒരു പക്ഷേ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ വരിക എന്നല്ലാണ്ട് അല്ലാതെ അവിടെ നിന്ന് ചോദ്യങ്ങൾ കുറയാൻ തന്നെയാണ് സാധ്യത. പിന്നെ റിഡോക്സ് റിയാക്ഷൻ നിന്ന് 2 ചോദ്യങ്ങൾ, പി ബ്ലോക്ക് 11th പോർഷൻ 1 ചോദ്യം, ഇങ്ങനെ വന്നിട്ടുണ്ട്. 11th സ്റ്റാൻഡേർഡിന്റെ കവറേജ് എന്തായാലും 11th സ്റ്റാൻഡേർഡിന്റെ പോർഷനിൽ ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ്. കെമിക്കൽ ബോണ്ടിങ് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനമിക്സ്, GOC അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. നൗ 12ാം ക്ലാസ്സിന്റെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പർ ഹാൻഡ് ഒരു സംശയവും ഇല്ലാതെ പറയാം, വീണ്ടും ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി നമ്മുടെ ലിസ്റ്റിൽ തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ ആദ്യം വന്ന ഒരു ചാപ്റ്റർ കൂടെ ആയിരുന്നുവല്ലോ അല്ലേ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ഒന്നാമത്തെ ഒരു ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് DNF ബ്ലോക്ക് എലമെന്റ്സ് ആണ്. DNF ബ്ലോക്ക് എലമെന്റ്സ് നേരത്തെ നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി, റൈറ്റ്. പിന്നെ 3ാം സ്ഥാനത്ത് സൊല്യൂഷൻസ് എന്നുള്ളത് ഒരു 10 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 14 ചോദ്യങ്ങൾ വന്നപ്പോൾ DNFൽ നിന്ന് 13 ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതേസമയം സൊല്യൂഷനിൽ നിന്ന് 10 ചോദ്യങ്ങൾ, അത് കഴിഞ്ഞ് ആൽക്കഹോൾ ഫിനോൾ ഈത്തേഴ്സ് എന്ന ചാപ്റ്ററിൽ 8 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ബയോ മോളിക്യൂൾസിൽ നിന്ന് 8 ചോദ്യങ്ങൾ, അത് രണ്ടും ഏകദേശം തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത്. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് 7 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് 7 ചോദ്യങ്ങൾ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ ടോപ്പ് ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ടോപ്പ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ചാപ്റ്റർ തന്നെയാണ് കോർഡിനേഷൻ കെമിസ്ട്രി. കാരണം നമുക്ക് ഈ പറയുന്ന അനാലിസിസ് അതേപോലെ വന്നുകൊള്ളുന്നില്ല. ഇത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും കോർഡിനേഷൻ കെമിസ്ട്രി പ്രാധാന്യം കൊടുക്കേണ്ട ചാപ്റ്റർ തന്നെയാണ്. അടുത്തത് ഹാലോ ആൽക്കെയിൻ, ഹാലോ അറീനിൽ നിന്ന് 7 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അമീൻസിൽ നിന്ന് 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആൽഡിഹൈഡ് കീറ്റോൺസിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പി ബ്ലോക്കിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരാം എങ്കിൽ പോലും ഒരു CBT എക്സാം വന്നതിൻ്റെ ആദ്യ വർഷത്തെ ഒരു മോഡിഫൈഡ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടിയ ഒരു അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം എങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകണം, ഏത് ചാപ്റ്റേഴ്സിന് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം, ഏത് ഭാഗത്തിന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് മനസ്സിലാക്കിയാലേ അറിഞ്ഞ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ് പഠിക്കണം. അറിഞ്ഞ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് പഠിക്കണം, എന്ത് ഒഴിവാക്കാം, എന്ത് ഒഴിവാക്കരുത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുറേ എന്തെങ്കിലും പഠിച്ചത് കൊണ്ട് നമുക്ക് റാങ്ക് കിട്ടത്തില്ല. നല്ല റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയും ഒരു അനാലിസിസ് നമ്മൾ ചെയ്ത അനാലിസിസുകൾ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. 11th 12th പോർഷനെ കുറിച്ചുള്ള അനാലിസിസ് അല്ലേ. ഇത് 12th ചാപ്റ്റർ വൈസ് അനാലിസിസ് ആയിരുന്നുവെങ്കിൽ ഇത് 11th ചാപ്റ്റർ വൈസ് അനാലിസിസ് ആയിരുന്നു. ഇത് ടോപ്പ് 10 ലിസ്റ്റിങ്ങിൽ ടോപ്പ് 10 നമ്മൾ ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏത് ചാപ്റ്ററിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഉൾപ്പെടുത്തുന്നു. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചാപ്റ്ററും കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയും. കോർഡിനേഷൻ കെമിസ്ട്രി കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ ഒരു വർഷത്തെ അനാലിസിൽ ഒരുപക്ഷെ ഈ വർഷം നേരെ തിരിച്ച് വന്നുകൂടായില്ല, ഈക്വലായിട്ട് വരാം. ചെറിയൊരു അപ്പർ ഹാൻഡ് 11th സ്റ്റാൻഡേർഡിന് കിട്ടാം. എന്തായാലും ആ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് എവിടുന്ന് എങ്ങനെയൊക്കെ ഓരോ ഭാഗങ്ങൾ കവർ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് 2 കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കെമിസ്ട്രി ടോപ്പിക് വൈസ് ഒരു അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, അതിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഹയർ വെയിറ്റേജ് വന്നിട്ടുള്ളത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് തന്നെയാണ്. ഒരു 40% അടുത്ത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഒരു വെയിറ്റേജ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, റൈറ്റ്.
ഓർഗാനിക്കിന് ഒരു 36% അടുത്താണ് വന്നിട്ടുള്ളതെങ്കിൽ ഇനോർഗാനിക് താരതമ്യേന കുറവാണ്. കാരണം ഇനോർഗാനിക്കിന്റെ പല പോർഷൻസും ഡിലീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിലും ശരി, പി ബ്ലോക്കിന്റെ നല്ലൊരു പോർഷൻ ആണെങ്കിലും എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞ എണ്ണം കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നാണ്. അഫ്കോഴ്സ് ആ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഭാഗവും കൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇതാണ് ഓർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക്, അപ്പോൾ ആ ഓർഡർ നമുക്ക് നോക്കാം. ഫിസിക്കൽ, ഓർഗാനിക്, ഇനോർഗാനിക് എന്ന ഒരു ട്രെൻഡിലാണ് കഴിഞ്ഞ വർഷം അത് വന്നിരിക്കുന്നത്. റൈറ്റ്. അത് ഒരുപക്ഷെ ഓർഗാനിക്കിന് ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് വന്നുകൂടായികയില്ല. എന്തായാലും ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ടോട്ടൽ അനാലിസിസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിസിക്കലിന് ഒരു ചെറിയൊരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. റൈറ്റ്. ആൻഡ് നൗ one more analysis we can see is question type. ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് ബേസ് ചെയ്തുകൊണ്ട് എന്താ ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത്? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്ന എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതേസമയം തിയറി ബേസ്ഡ് ആയിട്ടുള്ള എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു ചോദ്യം കുട്ടികൾ ചോദിക്കുന്നതാണ്, സാർ നമ്മൾ തിയറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമോ അതോ ന്യൂമറിക്കൽസിന് പ്രാധാന്യം? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അനാലിസിസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണ്ടേ. അതുപോലെ കെമിസ്ട്രിയിൽ എടുത്തു പറയേണ്ട കാര്യമാണ് മെമ്മറി ബേസ്ഡ്, അതായത് ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, അയണൈസേഷൻ എൻതാൽപ്പി ആവട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആവട്ടെ, ആ ഡാറ്റ കാണാതെ പഠിക്കണമെന്നില്ല. പക്ഷേ ആ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ ഹാലോജൻസ് പറയുന്ന സമയത്ത് ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന ഒരു ഡാറ്റയുണ്ട്. ക്ലോറിന് -349 ആണ് എന്നും ഫ്ലൂറിൻ എക്സ്പെക്റ്റഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2ാം സ്ഥാനത്ത് -333 വന്നു എന്നുള്ളതും ആ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു അനാലിസിസ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റയെ വെച്ചുകൊണ്ടുള്ള, അതുപോലെ പല ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ, അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നത് PKA, PKB വാല്യൂസ് ഒക്കെ വെച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ ആ തരത്തിൽ ഡാറ്റ അനാലിസിസിലൂടെ വരുന്ന ചോദ്യങ്ങളുടെ ഒരു കാറ്റഗറി, അങ്ങനെ 3 കാറ്റഗറി പരിശോധിച്ചാൽ ഉറപ്പായിട്ടും തിയറി ബേസ്ഡ് ആണ് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുള്ളത്. മോർ ദാൻ 50%, ക്ലോസ് ടു 50, 60, 56% തിയറി ബേസ്ഡ് ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതേസമയം ന്യൂമറിക്കൽ പാർട്ട് ഒരു 23% അടുത്തുണ്ട്. ഒരു 20-21% ഡാറ്റ അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് 2024 കീം എക്സാം പരിശോധിച്ച സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള കെമിസ്ട്രി പാർട്ടിലെ ഒരു അനാലിസിസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അത് ഏതൊക്കെ തരത്തിലായിരുന്നു എന്ന് ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. 11th, 12th ഡിസ്ട്രിബ്യൂഷൻ, 12th ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. ഒരു ടോപ്പ് 10 ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തു. 11th, 12th ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തു. അനലൈസ് ചെയ്തു. പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അനാലിസിസ് നടത്തി. ഈ അനാലിസിസ്, അതുപോലെ ലാസ്റ്റ് ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ, അതിൻ്റെ ഒരു അനാലിസിസ്, അതുപോലെ ന്യൂമറിക്കൽ, തിയറി, ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട്, മെമ്മറി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ ഒരു അനാലിസിസ് നിങ്ങൾ കൃത്യമായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ഒന്ന് പഠിക്കുക. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റിവിഷനും പ്രിപ്പറേഷനും മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും അതിഗംഭീരമായിട്ടുള്ള വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ, സീ യു.